ചിങ്ങം രാശിയിലുള്ള ആൾക്കാരാണെങ്കിൽ വളരെ ഹൈജീനിക്കാണ്, വളരെ ടൈം ടു ടൈം കാര്യങ്ങൾ മാനേജ് ചെയ്യും, ഒരുപാട് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹമല്ലേ, അതുപോലെ തന്നെ അവർക്കൊരു ഹൈ അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. ചന്ദ്രൻ ബലഹീനനാണ്, പക്ഷേ ചന്ദ്രഭവനാധിപതി ചൊവ്വയാണ്. അത് വളരെ കോൺട്രഡിക്ടറിയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ കർമ്മഭാവാധിപതി സൂര്യനാണ്. ഇടവം രാശിക്കാർ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവരെ ലോക്കാക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അവർക്കൊരു ഹീലിംഗ് പവർ ഉള്ള ആൾക്കാരാണ്. അതവിടെ ഒരുപാട് ആൾക്കാർ അതിനകത്ത് നേഴ്സിംഗ് കെയറിങ് ഏരിയയിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് പോവും. ഈ ഇടവൻ രാശി വരികയാണെങ്കിൽ അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിന്റെ അരഭാഗവും ചേർന്ന്. ഇപ്പോൾ മാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഇപ്പം ചൊവ്വ ദോഷം അല്ലെങ്കിൽ ഈ ജ്യോതിഷം നോക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളുടെ എനർജി ശരിയാണോ അല്ലയോ, അല്ലെങ്കിൽ അയാൾ ദേഷ്യക്കാരനാണോ അല്ലെങ്കിൽ സമാധാനപ്രിയനാണോ, ആ എനർജികൾ തമ്മിൽ ചേരുമോ എന്ന് ചോദിക്കാൻ പറ്റണം. ഈ നക്ഷത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേഷ്യക്കാരായിട്ടുള്ള നക്ഷത്രക്കാരുണ്ടോ? ഉണ്ട്. അതായത് ഇപ്പം ഹോരാശാസ്ത്രത്തിൽ തന്നെ പറയും, തീഷ്ണസ്ഥൂലഹനർ വിശാലവദന പിംഗേക്ഷണോൽപാത്മജ. ആ പ്രമാണ ശ്ലോകം പരിശോധിക്കുമ്പോൾ തന്നെ ചിങ്ങം രാശിയുടെ ഫലമാണ് പറയുന്നത്. സ്ത്രീ ദ്വേഷി പ്രിയമാം സകാനൻ എന്നക കുപ്യത്യകാരേ ചിരം എന്ന് വെച്ചാൽ നല്ലൊരു അമ്മായിയമ്മ പോരിനുള്ള എല്ലാ കണ്ടന്റും ഉള്ള ഒരു രാശിയാണ് ചിങ്ങം രാശിക്കാർ. എന്ന് വെച്ചാൽ കുറച്ച് എടുത്തുചാട്ടമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ദ്വേഷി, പെണ്ണുങ്ങളെയൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ മാതൃവിധേയോർക്കവേ, അമ്മയോട് ഭയങ്കര പ്രതിബദ്ധിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ചിങ്ങം രാശിക്കാർ അങ്ങനെയായിരിക്കും. പക്ഷേ അവർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണാലിറ്റികളെ തന്നെ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര പോളിഷ്ഡ് ബിഹേവിയർ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതിൽ 2 രാശികളാണ്, ഒന്ന് ചിങ്ങം രാശിക്കാരും ഒന്ന് വൃശ്ചികം രാശിക്കാരും. അവിടെ ക്രൂരജ്യേഷ്ഠമെന്ന് ഹോരയിൽ തന്നെ 16-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ പൃഥുല നേനപക്ഷ വൃത്തജംഗൂര് ജാനൂർന്ന് തുടങ്ങുന്ന പ്രമാണ ശ്ലോകത്തിനകത്ത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഹോരാശാസ്ത്രത്തിൽ പറയുന്നതാണ്. ക്രൂരജ്യേഷ്ഠമെന്ന് വൃശ്ചികം രാശിക്കാരെ പറയും. അതുപോലെ തന്നെ ഈ ചിങ്ങം രാശിക്കാർക്കും ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. പക്ഷേ ഈ 2 രാശിക്കാരും അവരുടെ ഈ ഒരു എന്താണോ അവരുടെ ഇമോഷൻസ് അവർ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അപ്പോൾ നമുക്ക് തോന്നും അവർ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആണെന്ന് തോന്നും. പക്ഷേ അവർ വാസ്തവത്തിൽ അവർ വളരെ ജെന്യൂൻ ആയിട്ടുള്ള, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നവരാണ്. അവർ പറച്ചില് മാത്രം, ഇപ്പം ഫോർ എക്സാമ്പിൾ വൃശ്ചികം രാശിക്കാർ എന്ന് പറയുമ്പം അവർ പറയുന്ന സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. അതായത് ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നത്, അവർ ക്യുക്കായിട്ട് റെസ്പോണ്ട് ചെയ്യും, ക്യുക്കായിട്ട് ആക്ഷൻ എടുക്കും, അങ്ങനെയുള്ള ഒരു രീതിയായിരിക്കും. അല്ലെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പറയുന്നതിനകത്ത് അങ്ങനെ പോളിഷ് ചെയ്ത് ഇപ്പം നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു എന്ന് പോളിഷ് ചെയ്ത് പറയത്തില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അവർ കൊല്ലാൻ പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവർ കൊല്ലാൻ പോകുന്നു എന്ന് തന്നെ അങ്ങ് പറയും. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ് ഈ പറഞ്ഞ 2 രാശിക്കും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ദേഷ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് വരാൻ പറ്റില്ല. കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ആശയങ്ങളെ കൃത്യമായ, മനസ്സിലെ ആശയങ്ങളെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു മനോഭാവമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ 2 ആൾക്കാരുടെയും ഈ 2 രാശിക്കാരെയും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പം ചിങ്ങം രാശിയിലുള്ള ആൾക്കാരാണെങ്കിൽ വളരെ ഹൈജീനിക്കാണ്, വളരെ ടൈം ടു ടൈം കാര്യങ്ങൾ മാനേജ് ചെയ്യും, ഒരുപാട് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. ടൈം ടു ടൈം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നവരാണ്, അവർക്ക് കൃത്യനിഷ്ഠയുള്ളവരാണ്. അപ്പം ആ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടായിരിക്കും. ആ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇല്ലാത്ത ആൾക്കാരോട് ആ സിസ്റ്റത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പം കുറച്ച് റഫായിട്ട് സംസാരിച്ചോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിക്കൊണ്ടോ അവർ അതിലോട്ട് അവരുടെ ആ ടീമിനെ, അവരുടെ ഗ്രൂപ്പിനെ ഒരു ഫോഴ്സ് ചെയ്യും. അപ്പം അവിടെ സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. മാത്രമല്ല സൂര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃകാരകനാണ് സൂര്യൻ, അല്ലേ? ആത്മകാരകത്വമുള്ളതാണ് സൂര്യൻ. അതുപോലെ സൂര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹമല്ലേ, അതുപോലെ തന്നെ അവർക്കൊരു ഹൈ അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ എപ്പോഴും ഒരു ടോപ്പ് ലെവൽ പൊസിഷനിലോട്ട് പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരെ എടുക്കുമ്പോഴേക്കും ചന്ദ്രൻ ബലഹീനനാണ്, പക്ഷേ ചന്ദ്രഭവനാധിപതി ചൊവ്വയാണ്. അത് വളരെ കോൺട്രഡിക്ടറിയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ കർമ്മഭാവാധിപതി സൂര്യനാണ്. അപ്പോൾ അവരുടെ അതുപോലെ 2-ാം ഭാവാധിപതി 5-ാം ഭാവാധിപത്യമുണ്ട്. മനസ്സിലെ ആശയങ്ങളെ കൃത്യമായ രീതിയിൽ അവർ അവതരിപ്പിക്കും. അപ്പുറത്തേക്കുന്ന ആളിന് കൊള്ളൂല്ലേ എന്നൊന്നും അവർ നോക്കത്തില്ല. കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആണ്, കള ഉള്ളതല്ലേ. അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ചെയ്ത വീഡിയോയ്ക്ക് താഴെ അവർ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പം
അത് എനിക്ക് മനസ്സിലാവും, ആഹാ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് നെഗറ്റീവ് കമൻസ് ഇടണോ, അങ്ങനെയല്ല എനിക്ക് തോന്നിയത്. അവർ പറയുന്നത് കറക്റ്റാണ്, അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ചെയ്ത് അവർക്ക് അതിനുള്ള പരിഹാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇപ്പം ഈ ദേഷ്യമുള്ള ഇപ്പം ചിങ്ങം രാശി എന്ന് പറഞ്ഞല്ലോ, ഈ ചിങ്ങം രാശിയിൽ ഏതൊക്കെ നാളുകളാണ് വരുന്നത്? അങ്ങനെ മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം അടങ്ങിയ നക്ഷത്രക്കാർ. മകം, പൂരം, ഉത്രം കാൽഭാഗം. ഈ നക്ഷത്രക്കാർക്കായിരിക്കും കുറച്ച് ദേഷ്യം കൂടുതൽ അല്ലെ? ദേഷ്യമല്ല, അവർക്ക് നിലപാടുകൾ, വ്യക്തമായ നിലപാടുകളുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ അപ്പുറത്ത് ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു ഇന്നാണ് ശരി, അപ്പൊ ആ വഴി കൂടെ അങ്ങ് പോവില്ല. അവർക്കൊരു നിലപാട്, അവർക്കൊരു ഒബ്സർവേഷൻ. 5ാം ഭാവാധിപതിയായ ഗ്രഹത്തിന് അഷ്ടമാധിപത്യമുണ്ട് എന്ന് വെച്ചാൽ ഒരു ആശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചും മറിച്ചും വിളിച്ചും ഹരിച്ചും ചിന്തിക്കും. ചിന്തിച്ചിട്ടായിരിക്കും ഒരു കാര്യത്തെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. വൃശ്ചികം നോക്കുകയാണെങ്കിലോ? വൃശ്ചികം നോക്കുകയാണെങ്കിൽ തൃക്കേട്ട, അനിഴം നക്ഷത്രങ്ങളെല്ലാം ആ രാശിയിൽ വരെയാണ്. വിശാഖത്തിന്റെ കാൽഭാഗം, പിന്നെ അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളും വരെയാണ്. അവർ കാര്യം എടുക്കുകയാണെങ്കിലും അവരെന്ന് വെച്ചാൽ കുറച്ച് ഉൾഭയമുള്ള ആൾക്കാരാണ്. ആ രാശിക്കാർക്ക് ഒത്തിരി ചൈൽഡ്ഹുഡ് ട്രോമ വരാൻ ചാൻസ് കൂടിയ ആൾക്കാരാണ്. ചൈൽഡ്ഹുഡ് ട്രോമാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അവർക്ക്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കും, സിബ്ലിങ്സുമായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. അതിനകത്ത് പറയുന്നുണ്ട് പ്രതിലനപക്ഷ വൃത്തജങ്കോരു ജാനൂർ ജനക ഗുരുവിയുക്ത, അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്ന് വേർവിട്ട് നിൽക്കാൻ ചാൻസ് കൂടിയ ആൾക്കാരാണ്. ഒരുപക്ഷെ എന്തായിരിക്കും, ഇപ്പം പാരൻസിന് ജോലിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, അവരിപ്പം ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് നിർത്തി വളർത്തിയതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹോസ്റ്റലിൽ നിന്ന് വളരുന്നവരായിരിക്കും, അല്ലെങ്കിൽ ദൂരദേശ വിദേശ രാജ്യങ്ങളിൽ പോയി അച്ഛനും അമ്മയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നവരായിരിക്കും. പക്ഷേ ഇവർക്ക് എപ്പോഴും ഒരു ഇമോഷണലി ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എന്നാൽ ഇതേ വീക്കായിട്ടിരിക്കുന്ന ആൾക്കാർ ഒരു ഭാഗം കൊണ്ട് ഭയങ്കര സ്ട്രോങ്, വെളിയിൽ അവർ വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റിയും ഉള്ളിൽ വളരെ സോഫ്റ്റ് പേഴ്സണാലിറ്റിയാണ് വൃശ്ചികം രാശിക്കാർ. എവിടെ പോയാലും ഡിപ്പെൻഡ് ചെയ്യാൻ മീൻസ് അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെയാണ്. അത് കുട്ടികളെ, അവനവൻ്റെ മക്കളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ ചാൻസ് കൂടിയ ആൾക്കാരാണ്. അതുപോലെ സ്പൗസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ചാൻസ് കൂടിയ ആൾക്കാരാണ്. അപ്പോൾ ഇവർ മനസ്സിലാക്കിയ ഒരു സ്പൗസ് അല്ലെങ്കിൽ, കാര്യം ഇത് എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞാലും അവരും വളരെ പെർഫെക്ഷൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരു അസാധാരണ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വൃശ്ചികം രാശിക്കാർ. ഒരുപാട് പേര് അങ്ങനെയുണ്ട്, ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആൾക്കാരും പറയേണ്ട കാര്യം ഓപ്പണായിട്ട് പറയും. അതൊരു ദേഷ്യമെന്ന് നമ്മുടെ വ്യാഖ്യാനമാണ്. ഇവരൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. സൂക്ഷിക്കേണ്ടതെന്നല്ല, അവരെ മനസ്സിലാക്കിയേ മതി. അല്ല, എന്തുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഇല്ലേ, അവരുടെ വ്യക്തിത്വം അങ്ങനെയാണ്. അവർ സൂക്ഷിക്കേണ്ട, അവർ അപകടകാരിയൊന്നുമല്ല, നല്ല ആൾക്കാരാണ്. ഇത് ഈ രണ്ട് രാശി എനിക്ക് വളരെ ഇഷ്ടമുള്ള രാശികൾ. കാരണം വ്യക്തമായ നിലപാടുകൾ പറയുമല്ലോ. ഇപ്പം നമ്മളെ മുഖത്ത് നോക്കിയ ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് വേറൊരു അഭിപ്രായം പറയുന്ന ആൾക്കാരല്ല. അവരും നമ്മളെടുത്ത് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ദേഷ്യം കൂടുതലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞു. ഈ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഏതെങ്കിലും നക്ഷത്രക്കാർ? ഉണ്ട്. ഇടവം രാശിക്കാർ അവരെന്ന് വെച്ചാൽ അവരെ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഇവരെ ലോക്കാക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതായത് ഇപ്പോൾ അവർ ഭയങ്കര, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പറയാണ്, നിനക്ക് ഞാനില്ലേ, നീ എന്തിനാ ജോലിക്ക് പോകണമെന്ന് ഇപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകാതെ വയ്ക്കും. അങ്ങനത്തെ അവരെ പെട്ടെന്ന് ലോക്കാക്കി കളയാം. അവരെ കാലിബറിനെയും അവരെ ആ കഴിവിനെയും സ്കില്ലിനെയും ഒക്കെ അവർ തന്നെ വേണ്ടാന്ന് ഇഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഹോരയിൽ ത്യാഗീ ക്ലേശസഹ എന്ന് പറയും. ത്യാഗം സഹിക്കുക, ക്ലേശം സഹിക്കുക. പക്ഷേ അതൊരു കാളയാണ് സിമ്പിൾ വരുന്നവർക്ക്. അപ്പോൾ കാള സിമ്പിൾ വരുന്ന എപ്പോഴും കാളയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കാള മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കും, പക്ഷേ കാളയെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ആ ഒരു ഷെയ്ഡ് അവർക്കുണ്ട്. അതുപോലെ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരൻ. ചന്ദ്രൻ ബലവാനായി നിൽക്കുന്ന രാശിയാണ് കർക്കിടകം രാശി, സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന രാശിക്കാരൻ. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ഹീലിംഗ് പവർ ഉള്ള ആൾക്കാരാണ്. അതവിടെ ഒരുപാട് ആൾക്കാർ അതിനകത്ത് നേഴ്സിംഗ് കെയറിങ് ഏരിയയിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് പോവും. അതുപോലെ തന്നെ ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് ഏരിയയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതുപോലെ എന്നാൽ അവർ വളരെ ശാന്തമായ പ്രകടനം, ശക്തമായ വാക്ക്, ശക്തമായ ചിന്തകളെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുള്ളവരാണ്. അതായത് ശാന്തമായ പ്രകൃതമൊക്കെ ശാന്തമാണ്, പക്ഷേ ശക്തമായ വാക്കുകളാണ്. കാരണം എന്തുകൊണ്ടാണ്? 2ാമത്തെ രാശ്യാധിപതി സൂര്യനാണ്. ശക്തമായ വാക്കുകളായിരിക്കും, ശക്തമായ ചിന്തയായിരിക്കും. അവർ വളരെ നമ്മളെ കേട്ടുകൊണ്ടേ ഇരിക്കണം എന്ന് തോന്നും, പക്ഷെ ഭയങ്കര ഒബ്സർവേഷൻ ആയിരിക്കും. അവരുടെ കാര്യത്തിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള ഒരു പവർ ഉണ്ടായിരിക്കും. അവരൊരു ടോപ്പ് ലെവലിലോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ പട്ടാളം, പോലീസ് പോലുള്ള മേഖലകളിൽ ഈ പറയുന്ന കർക്കിടക രാശിക്കാർ പോകുന്നതും വളരെ നല്ലതാണ്. ഈ ഇടവൻ രാശി വരികയാണെങ്കിൽ അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ അരഭാഗവും ചേർന്നത്.
ഇപ്പുറത്ത് നമ്മൾ കർക്കിടകം നോക്കുകയാണെങ്കിലോ? കർക്കിടകം നോക്കുകയാണെങ്കിൽ ആയില്യം വരും, പൂയം വരും, പൂയം ആയില്യം വരും, അതുപോലെ തന്നെ പുണർദം വരും അതിനകത്ത്. പുണർദം, പൂയം, ആയില്യം.